ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ ഡാൻസ് പഠിപ്പിക്കുന്ന ഗുരുമന്ദിരത്തിൽ തന്നെയാണ്. അവിടുത്തെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഡാൻസ് സ്കൂള് അവർക്ക് സമർപ്പിച്ച ഒരു ചെറിയ പെർഫോമൻസ് ആയിരുന്നു. അതിൻ്റെ പ്രാക്ടീസ് സെക്ഷനാണ് കേട്ടോ ഇത്. അപ്പോൾ വളരെ പെട്ടെന്ന് തീരുമാനിച്ച് കയറിയതാണ്. നമ്മളൊരു ഉച്ചയ്ക്കൊരു 12 മണിയോടുകൂടി മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം അവർ ഇതുവരെ അങ്ങനെ സ്റ്റേജിലൊന്നും കയറിയിട്ടില്ല. അവരുടെ വക ക്ലാസിക്കലല്ല, സെമി ക്ലാസിക്കലാണ് കേട്ടോ ചെയ്യിപ്പിച്ചത്. ഞാനും എൻ്റെ സിസ്റ്ററും മാത്രം 1-2 ക്ലാസിക്കൽ ഐറ്റംസ് എടുത്തു. ബാക്കിയുള്ളവരെ കൊണ്ടൊക്കെ സെമി ക്ലാസിക്കലാണ് ചെയ്യിപ്പിച്ചത്. വളരെ പെട്ടെന്ന് തീരുമാനിച്ചതാണ് നമ്മൾ. അവിടെ തുടങ്ങിയിട്ട് ഞാനിപ്പോൾ 2.5 വർഷമായി ക്ലാസ് തുടങ്ങിയിട്ട്. ഓംകാര സ്കൂൾ ഓഫ് ക്ലാസിക്കൽ ഡാൻസ് എന്നാണ് നമ്മുടെ സ്കൂളിൻ്റെ പേര്. പുലിയൂർ തോനയ്ക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ മന്ദിരത്തിലാണ് നമ്മൾ ഇതിൻ്റെ ക്ലാസ് നടത്തുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നടത്താനുള്ള കാര്യമെന്ന് വെച്ചാൽ, അവിടെ ഉത്സവ സമയത്ത് അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസമുണ്ട്. അവിടുത്തെ കുഞ്ഞുങ്ങളും വലിയ ആൾക്കാരും ആർക്കും പെർഫോം ചെയ്യാം എന്ന് പറഞ്ഞിട്ടൊരു ദിവസം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും അവിടെ ഉള്ളവരൊക്കെ തന്നെയാണ്. ഒരു 3 പേര് മാത്രമേ ഉള്ളൂ കുറച്ച് ദൂരം നിന്ന് വരുന്നവർ, അല്ലെങ്കിൽ മന്ദിരത്തിലല്ലാത്തവരായിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ സാറിൻ്റെ ഗുരുവിനോട് ചോദിച്ചു, എന്താ ചെയ്യേണ്ട സാറേ? എല്ലാവർക്കും നമ്മൾ സെമി ക്ലാസിക്കൽ എടുത്ത് കൊടുക്കണം. എന്തായാലും പഠിക്കുന്നുണ്ട് എന്നൊരു ഇതിൽ അവർക്ക് സെമി ക്ലാസിക്കൽ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യൂ, ആകെ 3 പേരുടെ കാര്യമല്ലേ ഉള്ളൂ, നിങ്ങൾ അല്ലാണ്ട് നമ്മുടെ സ്കൂളിലെ പേരിൽ ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ചന്ദ്രമാഷ്. ഞങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. മാഷ് അത്യാവശ്യം നമ്മുടെ ഇപ്രാവശ്യത്തെ ചമയവിളക്കിലൊക്കെ സ്റ്റാറായിരുന്നു. അപ്പോൾ മാഷെന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്ന കാലം തൊട്ട് എൻ്റെ അരങ്ങേറ്റം തൊട്ട് തന്നെ മേക്കപ്പ് ചെയ്യുന്നത് മാഷാണ്. എന്നെ ആയാലും സിസ്റ്ററിനെ ആയാലും മാഷാണ് ചെയ്യുന്നത്. നമ്മുടെ ഡാൻസ് സ്കൂളിൽ വർഷങ്ങളായിട്ട് നടരാജ ക്ലാസിക്കൽ ഡാൻസ് തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ആ സ്കൂളിൽ തുടങ്ങിയിട്ട് ഏകദേശം 35 വർഷത്തോളമായി. അപ്പം ഞങ്ങളുടെ സാറിൻ്റെ കൂടെ മാഷും, ഞങ്ങൾക്ക് ഓർമ്മ വന്ന സമയം തൊട്ടേ മാഷ് തന്നെയാണ് വരുന്നത് മേക്കപ്പിന്. കൂടെ ഉള്ളത് മാഷിൻ്റെ അസിസ്റ്റൻ്റാണ്. അങ്ങനെ മേക്കപ്പൊക്കെ ചെയ്തു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് നടത്തിയതാട്ടോ ഈ പ്രോഗ്രാമൊക്കെ. പെട്ടെന്നുള്ള അറേഞ്ച്മെൻറ്റ്സാണ് അതൊക്കെ. ആ സൈഡിൽ നിൽക്കുന്ന കുഞ്ഞാണ് ഞങ്ങളുടെ കൃഷ്ണൻ. ചെറിയൊരു ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞൊന്നും ആയില്ല. അവൾ വെറുതെ ഇങ്ങനെ വന്ന് കണ്ടുകൊണ്ട് നിൽക്കും. ഇടയ്ക്കൊക്കെ അവൾക്ക് തോന്നുമ്പോൾ ചെയ്യുമെന്നല്ലാതെ ഞാനങ്ങനെ അവളെ ഫോഴ്സ് ചെയ്യാറൊന്നുമില്ല. അങ്ങനെ അപ്പം പുള്ളിക്കാരി കൃഷ്ണനായിട്ട് ചെറിയൊരു പോഷൻ കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ വിചാരിച്ചതുപോലെ അവൾ ഭംഗിയായിട്ട് ചെയ്ത് തന്നു എനിക്കത്. പെട്ടെന്ന് ഞാൻ വെറുതെ ഒന്ന് ആക്ഷൻസ് മാത്രമുള്ളത് ചെയ്ത് പഠിപ്പിച്ചതാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, സൈഡിൽ നിൽക്കാം, എന്നെ നോക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. അവളെന്നെ നോക്കിയത് കൂടിയില്ല. അവളെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെയും ചെയ്തു. ഇനി ഇതെൻ്റെ സിസ്റ്ററാണ്. പുള്ളിക്കാരത്തെയും കുറേ നാളായി സ്റ്റേജിലൊക്കെ കയറിയിട്ട്. ഈ അടുത്തിടയ്ക്കാണ് എൻ്റെ കൂടെ പിന്നെയും കയറാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം എൻ്റെ സാറ് ചെയ്തോളും എന്നൊരു വിചാരത്തിലായിരുന്നു. ഡ്രസ്സും ഓർണമെൻറ്റ്സും ഒക്കെ സാറ് ചെയ്തോളും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പം ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ദിവസം പെട്ടെന്ന് ഞാൻ ചോദിച്ചു, സാറേ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, തനിയെ ചെയ്യുമോ, താൻ തനിയെ പോയി ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഞാൻ പെട്ടെന്ന് പോയി ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യുമായിരുന്നു. മുദ്ര ഡാൻസ് കളക്ഷൻസ് കായംകുളം, അവിടെ നിന്നാണ് നമ്മൾ ഓർണമെൻറ്റ്സും പിന്നെ കുറച്ച് കുട്ടികൾക്ക് ഡ്രസ്സും എടുത്തത്. കുറച്ച് കുട്ടികൾക്ക് ചമയത്തിൽ നിന്നാണ് എടുത്തത്. അത് അവർക്കൊരു പേഴ്സണൽ ചോയ്സിൻ്റെ ഒരു ഇതിലാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഞാൻ കൂടുതലും മുദ്രയിൽ നിന്നാണ് ഡ്രസ്സൊക്കെ എടുക്കാറ്. ഇപ്പോൾ എൻ്റെ സാറ് വന്നു. പുറകിരിക്കുന്നതാണ് ഞങ്ങളുടെ സാറ്. സാറിൻ്റെ പെട്ടെന്ന് ഇങ്ങോട്ട് കയറിയതാണ്. സാറിന് ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ബൈപ്പാസൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി റെസ്റ്റിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ സാറിൻ്റെ ക്ലാസ്സൊക്കെ റീസ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ പെട്ടെന്ന് കുറേ ഇഷ്ടംപോലെ പ്രോഗ്രാം കയറി വന്നിട്ട് നമ്മുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല സാറിന്.
അപ്പോൾ സാറ് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കി, എല്ലാം ഒന്ന് കണ്ടിട്ടങ്ങ് പോയി. പരിപാടി കാണാനും ഒന്നും നിന്നില്ല. ഒന്ന് വന്നു, മേക്കപ്പും അവിടേക്ക് ഒന്ന് നിന്ന് കറങ്ങിയിട്ട് അങ്ങ് പോയി. അപ്പോൾ അങ്ങനെ വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഞാനും ഈ സ്റ്റേജിൽ കയറണം എന്ന് വിചാരിച്ചിട്ടില്ല. കാരണം ഇത് കോർഡിനേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് പെർഫോം ചെയ്യാനും രണ്ടും കൂടെ എനിക്ക് അത്ര വഴങ്ങുമോ എന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണിത്. അപ്പോൾ നമുക്കിത് വഴങ്ങുമോ നമുക്ക് അറിഞ്ഞുകൂടാ, രണ്ടും കൂടി എങ്ങനെ ചെയ്യാമെന്നൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കയറേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നു. കാരണം ഞാൻ ആകെപ്പാടെ കുട്ടികൾക്ക് ഒരു 5 ഐറ്റം എടുത്തു. എന്നിട്ട് സാറിൻ്റെ അടുത്ത് ഞാൻ കരുതിയത് സാറും പറഞ്ഞിരുന്നു നമ്മുടെ കുറച്ച് കുട്ടികൾ, നമ്മുടെ മെയിൻ അക്കാഡമിയിൽ നിന്ന് കുറച്ച് കുട്ടികളെ കൊണ്ടുവരാം, എന്നിട്ട് അവരും ബാക്കി ഐറ്റം ചെയ്യട്ടെ എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. അപ്പോഴാണ് ഈ പ്രോഗ്രാംസ് ഓവർലോഡ് ആയത് കാരണം കുട്ടികൾ വരുന്നില്ല. കുട്ടികൾക്ക് ഒരു ദിവസത്തേന് റെസ്റ്റ് കൊടുക്കണം. അപ്പം നമുക്ക് അടുപ്പിച്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നു. 24th നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുന്നത് 24th 23rd ഉണ്ടായിരുന്നു, 25ന് 25th 2 ഉണ്ടായിരുന്നു, 27th ഉണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ പോകുന്നത് കൊണ്ട് സാറ് പറഞ്ഞു കുട്ടികൾ വരത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അപ്പം ഞാൻ ചോദിച്ചു, സാറെന്നാൽ ഞാൻ കയറട്ടെ എന്ന് ചോദിച്ചിട്ടാണ് പെട്ടെന്ന് ഞങ്ങളും കൂടി ഒരു 5 എടുത്തു. അങ്ങനെ ഒരു 6 ഐറ്റം മീൻസ് ഒരു 12 ഐറ്റം നമ്മൾ സെറ്റ് ചെയ്ത് കയറ്റി. നമുക്കൊരു 6 മണി എന്ന് പറഞ്ഞെങ്കിലും 6:30 കഴിഞ്ഞു കേട്ടോ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ. അപ്പോൾ ഗണപതി സ്തുതിയിൽ തുടങ്ങി. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു 12 ഐറ്റംസ് ഞാനും എൻ്റെ സിസ്റ്ററും പിന്നെ നമ്മുടെ കുഞ്ഞുമക്കളും എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു 12 ഐറ്റം എടുത്തു. ഒരു 8:15 8:30 8:15 കൂടി നമ്മൾ തീർത്തു കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും പ്രോഗ്രാമൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞിട്ടാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയത്. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ഈശ്വരൻ്റെയും ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആദ്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത പരിപാടിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് രാവിലെ മുതൽ നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. മന്ദിരത്തിൽ നമുക്ക് വൈകുന്നേരം ഫുഡ് ഉണ്ടായിരുന്നു. എന്നാലും രാവിലെ തൊട്ട് കഴിക്കാതിരുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ പോകുന്ന വഴിക്ക് ഒരു തട്ടുകടയിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു. അത് മിക്കവാറും പ്രോഗ്രാം കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. നല്ല വിശപ്പുണ്ടായിരിക്കും ആ സമയത്ത് ഞങ്ങൾക്ക്. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോരുന്നു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ആദ്യത്തെ പെർഫോമൻസിൻ്റെ വീഡിയോ ആണിത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.